Dear students, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് ത്രെഡ്സ് റിലേറ്റഡ് ടു IT ഇൻഡസ്ട്രി. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ചില ത്രെഡ്സിനെ കുറിച്ചാണ്. ഓക്കെ, പ്രത്യേകിച്ച് ഐഡൻറ്റിറ്റി തെഫ്റ്റ് അതാണ് നമ്മൾ നോക്കുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് നോക്കിയത്? കഴിഞ്ഞ ക്ലാസ്സിൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് ഓഫ് ഓർ റിലേറ്റഡ് ടു IT ഇൻഡസ്ട്രീസ് നമ്മൾ നോക്കുന്നുണ്ടായി. അപ്പോൾ അതിൽ വാട്ട് ആർ ദി വേരിയസ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ for the IT industry നമ്മൾ നോക്കുകയുണ്ടായി. Then what are the new or emerging threats prevailing in the IT industry അല്ലേ? അപ്പോൾ അതിൽ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഫെയിലിയർ, അതുപോലെ തന്നെ മാൽവെയർ, വൈറസ്, ഹ്യൂമൻ എറേഴ്സ്, സ്പാം, സ്കാം, ഫിഷിംഗ്, ഇങ്ങനെ കുറേയധികം ഐറ്റത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയുണ്ടായി. അപ്പോൾ അതിൽ വരുന്ന അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഐഡൻറ്റിറ്റി തെഫ്റ്റ്. ഓക്കെ, അപ്പം എന്താണ് ഈ ഐഡൻറ്റിറ്റി തെഫ്റ്റ് നോക്കാം. ഓക്കെ, സോ വാട്ട് ഈസ് ഐഡൻറ്റിറ്റി തെഫ്റ്റ്? സോ ഓൾ ടൈപ്പ് ഓഫ് ക്രൈം വിച്ച് someone wrongly obtains and uses another person's personal data in some way that involves fraud or deception, typically for economic gain, is called as identity theft. Clear? So what is identity theft? Clear? ഒരാളുടെ പേഴ്സണൽ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന, ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അല്ലേ അവരുടെ ചില പേഴ്സണൽ ഡീറ്റെയിൽസ്, ക്രെഡൻഷ്യൽസ്, പേഴ്സണൽ ക്രെഡൻഷ്യൽസ് അല്ലേ, പേഴ്സണൽ ഡാറ്റ. ഓക്കെ, അതെന്ത് ചെയ്യുന്നു? ഫ്രഡുലൻ്റ് ആയിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഡെസപ്ഷന് വേണ്ടി അല്ലേ, ചതിക്കുക, വഞ്ചിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എക്കണോമിക് ഗെയിൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? മറ്റൊരു വ്യക്തി ഉപയോഗിക്കുന്നു. അപ്പോൾ അവർക്കത് എങ്ങനെയാണ് കിട്ടുക? ഒരാളുടെ പേഴ്സണൽ ഡാറ്റ മറ്റൊരാൾക്ക് എങ്ങനെ കിട്ടുന്നു? അപ്പോൾ അതിനു വേണ്ടി അവരെന്ത് ചെയ്യുന്നു? പലതരത്തിലുള്ള മെഷേഴ്സും എടുക്കാറുണ്ട്, ടെക്നിക്സ് എടുക്കാറുണ്ട്, ടൂൾസ് ഫോളോ ചെയ്യാറുണ്ട്. ക്ലിയർ? മാൽവെയേഴ്സും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിനുവേണ്ടി ഉപയോഗിക്കാറുണ്ട്. കുറേ മെത്തേഡ്സും ടെക്നിക്സ് ഉണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ ചില മെത്തേഡ്സോ ടെക്നിക്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരാളുടെ പേഴ്സണൽ ഡാറ്റ, അവരുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യപ്പെടുന്ന തരത്തിലുള്ള പേഴ്സണൽ ഡാറ്റ മറ്റൊരാളെന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു. എക്കണോമിക് ഗെയിൻസിന് വേണ്ടി അല്ലേ, കുറച്ച് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഫ്രോഡുലന്റ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു, ഡിസെപ്ഷന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഐഡൻറ്റിറ്റി തെഫ്റ്റ്. ക്ലിയർ? സ്റ്റീലിംഗ് ദി ഐഡൻറ്റിറ്റി ഓഫ് അനദർ പേഴ്സൺ. ഓക്കെ, അപ്പോൾ അതാണ് ഐഡൻറ്റിറ്റി തെഫ്റ്റ്. സോ ഇവിടെ പേഴ്സണൽ ഡാറ്റ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഈ പേഴ്സണൽ ഡാറ്റയിൽ വരിക? അപ്പോൾ നമുക്ക് നാച്ചുറലി ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലേ, ഈ പേഴ്സണൽ ഡാറ്റ മോഷ്ടിക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റീൽ ചെയ്യുമ്പോൾ എന്തെല്ലാമാണ് അതിൽ വരിക? സോ എസെൻഷ്യൽ കോണ്ടാക്ട് ഡീറ്റെയിൽസ്. ക്ലിയർ? സോ ദാറ്റ് ഈസ് ഫോൺ നമ്പർ ആവാം, മെയിൽ ID ആവാം, അതുപോലെ കോണ്ടാക്ട് ചെയ്തതിന് വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽ ഡാറ്റ. ക്ലിയർ? അത് ഒരു ഐഡൻറ്റിറ്റി തെഫ്റ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ദെൻ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അല്ലേ, ബാങ്ക് അക്കൗണ്ട് നമ്പർ ആവാം, ക്രെഡിറ്റ് കാർഡ് നമ്പർ ആവാം, ഡെബിറ്റ് കാർഡ് നമ്പർ ആവാം. ക്ലിയർ? അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നമ്മൾ ഉപയോഗിക്കുന്ന പിൻ നമ്പർ ആവാം. ഓക്കെ, ലോഗിൻ ക്രെഡൻഷ്യൽസ് ആവാം. ഓക്കെ, യൂസർ ID, പാസ്വേഡ്, ഇതെല്ലാം അല്ലേ. ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉണ്ടെങ്കിൽ യൂസർ IDയും പാസ്വേഡും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതും പേഴ്സണൽ ഡീറ്റെയിൽസ് വരുന്നതാണ്. ഒരു വ്യക്തിയുടെ ക്രെഡൻഷ്യലാണ്, ഡാറ്റയാണ്. അത് മറ്റൊരു വ്യക്തി എന്ത് ചെയ്യുന്നു? ഉപയോഗിച്ച് അവർ നേട്ടം ഉണ്ടാക്കുന്നു. സോ യൂസർ IDs ആൻഡ് പാസ്വേഡ്. ക്ലിയർ? വേറൊരു പ്രധാനപ്പെട്ട ഘടകമാണെന്ത്? യൂസർ IDയും പാസ്വേഡ് അല്ലേ. സാധാരണഗതിയിൽ ഉപയോഗിക്കണം. ഈ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ അല്ലേ, ഒരു ഓൺലൈനായിട്ടുള്ള നെറ്റ്വർക്കഡ് ആയിട്ടുള്ള വേൾഡിൽ മിക്കവാറും എല്ലാ കാര്യങ്ങൾക്കും എന്ത് ആവശ്യമുണ്ട്? യൂസർ ID ആൻഡ് പാസ്വേഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമെയിൽ അക്കൗണ്ട് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് അക്കൗണ്ട് ആയിക്കോട്ടെ അല്ലേ, സോഷ്യൽ മീഡിയ അക്കൗണ്ട് ആയിക്കോട്ടെ, ഇൻ്റർനെറ്റ് ബാങ്കിങ് ആയിക്കോട്ടെ, അതുപോലെ ഗവൺമെൻറ് ഓഫ് കേരളയുടെ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സർവീസുകളായിക്കോട്ടെ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും യൂസർ ID പാസ്വേഡ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള യൂസർ ID പാസ്വേഡ് അല്ലേ മോഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഫ്രോഡ് നടത്താനോ ഫിനാൻഷ്യൽ ക്രൈം നടത്താനോ ക്ലിയർ ക്രൈം കമ്മിറ്റ് ചെയ്യാനൊക്കെ മറ്റവർക്ക് കഴിയും. അപ്പോൾ ആ രീതിയിൽ ഇതും ഒരു പേഴ്സണൽ ഡാറ്റയായിട്ട് നമ്മൾ പറയും. ദെൻ ID ഡാറ്റ അല്ലേ, ഐഡൻറ്റിഫിക്കേഷൻ ഡാറ്റ അല്ലേ, പാൻ നമ്പർ, ആധാർ നമ്പർ അല്ലേ, ഇലക്ട്രൽ ID നമ്പർ, ഇങ്ങനെ വരാവുന്ന ഐഡൻറ്റിഫിക്കേഷൻ ഡാറ്റ നമ്പർ. ഇതെല്ലാം എന്തിൻ്റെ ഭാഗമാണ്? പേഴ്സണൽ
ഡാറ്റയുടെ ഭാഗമാണ്. ഇങ്ങനെയുള്ള പേഴ്സണൽ ഡാറ്റ അല്ലേ ഡിസപ്ഷന് വേണ്ടിയിട്ടോ ഫ്രോഡുലൻ പർപ്പസിന് വേണ്ടിയിട്ടോ എക്കണോമിക് ഗെയിനിന് വേണ്ടിയിട്ടോ മറ്റൊരാൾ അറിയാതെ അവരുടെ ഡാറ്റ എന്ത് ചെയ്യുന്നു വേറൊരാൾ മോഷ്ടിച്ച് ഉപയോഗിക്കുന്ന ഒരു പ്രവൃത്തിക്ക് പറയുന്ന പേരാണ് ഐഡൻറ്റിറ്റി തെഫ്റ്റ്. അപ്പോൾ ഇൻ്റർനെറ്റും ഒരു നെറ്റ്വർക്ക്ഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ പ്രത്യേകിച്ച് കണക്ടിവിറ്റി വളരെ കൂടുതലായിട്ട് വരുന്ന ഈ കാലഘട്ടങ്ങളിൽ ഇത് ഒരു പ്രധാനപ്പെട്ട ത്രെട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ വെയ്സ് ഓഫ് ഐഡൻറ്റിറ്റി തെഫ്റ്റ്, എന്തെല്ലാം മാർഗങ്ങളിലൂടെ ഐഡൻറ്റിറ്റി തെഫ്റ്റ് ചെയ്യാം. ഓക്കെ, അതിൽ ഒരു കാര്യമാണ് സ്റ്റീലിംഗ്. സോ സ്റ്റീലിംഗ് ഈസ് വൺ ഓഫ് ദി വേ ബൈ വിച്ച് വി ക്യാൻ മേക്ക് ഐഡൻറ്റിറ്റി തെഫ്റ്റ്. അല്ലേ, ഒരാളുടെ ഐഡൻറ്റിറ്റി ഡാറ്റ, പേഴ്സണൽ ഡാറ്റ, അല്ലേ, ക്രെഡൻഷ്യൽസ്, യൂസർ ഐ ഡി, പാസ്വേഡ് മോഷ്ടിച്ച് ഉപയോഗിക്കുക, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റീലിംഗ്. ക്ലിയർ? അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട വേസ് ഓഫ് ഡൂയിങ് ഐഡൻറ്റിറ്റി തെഫ്റ്റ്. ക്ലിയർ? ഓക്കെ. ഡംസ്റ്റർ ഡൈവിങ്, ഇപ്പോൾ വേറൊരു പ്രധാനപ്പെട്ട മെഷറാണ് ഡംസ്റ്റർ, DUMPSTER. ക്ലിയർ? ഡംസ്റ്റർ ഡൈവിങ്, DIVING. സോ വാട്ട് ഈസ് ഡംസ്റ്റർ ഡൈവിങ്? ഇതൊരു പ്രധാനപ്പെട്ട ടെക്നിക്കാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു? ക്ലിയർ? ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില ആളുകൾ ഓർഗനൈസേഷൻ്റെയോ പീപ്പിൾസിൻ്റെയോ അല്ലേ വിവരങ്ങൾ, പേഴ്സണൽ ഡാറ്റ അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ ഡാറ്റയൊക്കെ സെർച്ച് ചെയ്ത് എടുക്കുന്നതിന് പകരം നേരിട്ട് പോയി ചോദിച്ചാൽ ആരെങ്കിലും കൊടുക്കില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? സാധാരണ നമുക്കറിയാം, ഒരു ഓഫീസൊക്കെ ആണെങ്കിൽ മിക്കവാറും കുറേയധികം പേപ്പറുകൾ ഡംപ് ചെയ്യാറുണ്ട്. അല്ലേ? എന്താ ഡംപ്? ആവശ്യം കഴിഞ്ഞ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ ഡംപ് ചെയ്യും. ക്ലിയർ? എങ്ങനെ ഡംപ് ചെയ്യും? ഏതെങ്കിലും ഒരു ഭാഗത്ത് ഫയലുകളായിട്ട് കെട്ടിവെക്കാറുണ്ട്. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ഫയലുകളാണെങ്കിൽ നമ്മൾ ആ പേപ്പറുകളൊക്കെ ഡിസ്പോസ് ചെയ്യും. ക്ലിയർ? അപ്പോൾ ഇത്തരത്തിൽ ഡിസ്പോസ് ചെയ്യുന്ന വേസ്റ്റ് പേപ്പേഴ്സ്, ക്ലിയർ, അതിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാം, ലെറ്റർ ഉണ്ടാവാം, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവാം, ഒക്കെ ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു? ഇത്തരമുള്ള വേസ്റ്റ് മെറ്റീരിയൽ മുഴുവൻ കളക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അതിലൂടെ ഡൈവിങ് ചെയ്യും. എന്താ ഡൈവിങ് ചെയ്യുന്ന? എക്സ്റ്റെൻസീവായിട്ട് സെർച്ച് ചെയ്യും. ക്ലിയർ? അതിലെവിടെയെങ്കിലും ഈ വ്യക്തിയെ സംബന്ധിക്കുന്ന, കമ്പനിയെ സംബന്ധിക്കുന്ന, ഓർഗനൈസേഷനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും സീക്രട്ട് കിട്ടുമോ, ഇൻഫർമേഷൻ കിട്ടുമോ എന്ന് നോക്കുന്നു. ക്ലിയർ? ഇങ്ങനെ ഇൻഫർമേഷൻ എടുക്കാൻ പറ്റും. ക്ലിയർ? കാരണം എന്താ, നമുക്കറിയാം, നമ്മൾ തന്നെ ചിലപ്പോൾ ചില പേപ്പേഴ്സൊക്കെ നമുക്ക് ആവശ്യമില്ലാന്ന് തോന്നി നമ്മൾ എന്ത് ചെയ്യും? കളയും. അല്ലേ? വെറുതെ കളയും. ചിലപ്പോൾ അതായിരിക്കും ക്ലിയർ നമ്മുടെ ഐഡൻറ്റിറ്റി, അവർക്ക് ആവശ്യമായുള്ളൊരു ഡാറ്റ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള ആളുകൾക്ക്, ഹാക്കേഴ്സിന്, ക്ലിയർ, ഹാക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക്, ക്ലിയർ, ഇതൊരു പ്രധാനപ്പെട്ട ഡാറ്റയായിട്ട് മാറും. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നൊരു മെത്തേഡാണ് ഡംസ്റ്റർ ഡൈവിങ്. ക്ലിയർ? സോ ഇറ്റ് ഇസ് എ മെത്തേഡ് wherein people or attackers, clear, that is identity stealers, clear, dive through the dumped material, waste material, clear, or papers, clear, waste papers and material, so that they can identify certain data in respect of the organization or person. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ഒരു മെത്തേഡിനാണ് ഡംസ്റ്റർ ഡൈവിങ്. ക്ലിയർ? അപ്പോൾ നമ്മൾ വേസ്റ്റ് ബിന്നിൽ കൊണ്ട് പേപ്പർ ഇടുകയെന്ന് വിചാരിക്കുക. കുറേ പേപ്പറുകൾ, അതിൽ ലെറ്റർ ഉണ്ടാവും, കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവും, നമ്മൾ വേറെ കമ്പനിക്ക് അയച്ച കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഓർഡറിൻ്റെ കോപ്പി ഉണ്ടാവും, ഒക്കെ ഉണ്ടാവുക. ഇതിനൊക്കെ നമ്മൾ കൊണ്ട് ഡംപ് ചെയ്യുമ്പോൾ അത് സെർച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് ചില ഇൻഫർമേഷൻ അവർക്ക് എടുക്കാൻ പറ്റുമോ? അല്ലേ? ഒരാളുടെ ഇമെയിൽ ID, പാസ്വേഡ്, അല്ലെങ്കിൽ പാസ്വേഡ് സാധാരണ കിട്ടില്ല, പക്ഷേ എങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? പല ആൾക്കാർ നമുക്കറിയാം, ഓഫീസുകളിലൊക്കെ യൂസർ ഐഡിയും പാസ്വേഡൊക്കെ ഏതെങ്കിലും പീസ് ഓഫ് പേപ്പറിലായിരിക്കും എഴുതി വയ്ക്കുക. ചിലപ്പോൾ ഈ ഡംപ് ചെയ്യുന്ന കൂട്ടത്തിൽ എന്ത് ചെയ്യും? അതും കൊണ്ട് ഇടും. ക്ലിയർ? ഇപ്പോൾ കമ്പനിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, ചിലപ്പോൾ പെട്ടെന്ന് ആരുടെയെങ്കിലും അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിച്ചാൽ കിട്ടില്ല. പക്ഷേ മിക്കവാറും ഏതെങ്കിലും ഒരു ലെറ്ററിലോ ഡോക്യുമെൻറ്റിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാം? അത് അവർക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, യൂസർ ID, പാസ്വേഡ് ആയിക്കോട്ടെ, ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് അല്ലെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ കാർഡ്, അല്ലേ, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇങ്ങനെയുള്ള കാർഡുകളായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള ഡാറ്റ ആയിക്കോട്ടെ, ഇതെല്ലാം ക്ലിയർ, അതിൻ്റെ ഇൻഫർമേഷനൊക്കെ ചിലപ്പോൾ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഡംസ്റ്റർ ഡൈവിങ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഫിഷിംഗ്. അല്ലേ? അപ്പോൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് ഫിഷിംഗ്. അല്ലേ? ചെറുതായിട്ടൊന്ന് പറഞ്ഞു, പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത്ര അറിഞ്ഞിരിക്കും എന്താണ് ഫിഷിംഗ്. അപ്പോൾ PHISHING കേട്ടോ, അതാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് യൂഷ്വലി പ്രൊനൗൺസ്ഡ് ആസ് ഫിഷിംഗ്, FISH. ക്ലിയർ? ഫിഷിംഗ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യും. ക്ലിയർ? ഇതാണ് റീഡ് ചെയ്യാൻ ഉപയോഗിക്കുക, പ്രൊനൗൺസ് ചെയ്യാൻ ഉപയോഗിക്കുക. പക്ഷേ എഴുതുന്നത് എന്താ? ഫിഷിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഫിഷിങ്ങിൻ്റെ പ്രത്യേകം എന്താ?
FICH. നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഫിഷ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പോണ്ടിലോ അല്ലേ റിവറിലോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചൂണ്ടയിടാറുണ്ട് അല്ലേ, വല വീശാറുണ്ട്. അതേപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു, ഫിഷിങ് ചെയ്യുന്നു. ആരാണിത് ചെയ്യുക? ഹാക്കേഴ്സ് ആയിരിക്കാം, അറ്റാക്കേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ എനിമീസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഇൻഫർമേഷൻ ആവശ്യമുള്ള ആളുകളായിരിക്കാം. അവരെന്ത് ചെയ്യുന്നു, നമ്മളറിയാതെ തന്നെ നമ്മളിൽ നിന്ന് ഇൻഫർമേഷൻ എടുക്കുന്നു അല്ലേ. അതെങ്ങനെ എടുക്കുന്നു? അതിനു വേണ്ടി അവരെന്ത് ചെയ്യുന്നു, ഫിഷിങ്ങിന് നമ്മൾ സാധാരണ നെറ്റോ അല്ലേ ചൂണ്ടയൊക്കെ ഉപയോഗിക്കുന്ന പോലെ അവർ ചില ടൂൾസ് ഉപയോഗിക്കും, ചില മെത്തേഡ്സ് ഉപയോഗിക്കും. ഓക്കെ, അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഡാറ്റ കളക്ട് ചെയ്യും. എങ്ങനെയാണത് ഡാറ്റ കളക്ട് ചെയ്യാനുള്ളൊരു ടിപ്പിക്കൽ വേ എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ ഒഫീഷ്യലായിട്ടുള്ള ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ അല്ലേ, ഫോർ എക്സാമ്പിൾ ഒരു ബാങ്കിൻ്റെ വെബ്സൈറ്റ്, ഗവൺമെൻറ് ഓഫ് കേരളയുടെ വെബ്സൈറ്റ്, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അതിലൊരു ഫോം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റ മുഴുവൻ അതിൽ കൊടുക്കും അല്ലേ, സബ്മിറ്റ് ചെയ്യും. നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡൊക്കെ സാധാരണ കൊടുക്കും. ഇപ്പോൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉള്ള ഒരാളാണെന്ന് വിചാരിക്കുക, SBIയിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ SBIയുടെ വെബ്സൈറ്റിൽ എന്തുണ്ട്, ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ ലോഗിനും പാസ്വേഡിനുള്ള ഓപ്ഷൻ ഉണ്ട്. online.sbi.co.in. അപ്പോൾ ആ രീതിയിൽ ആ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് യൂസർ ഐ ഡി പാസ്വേഡ് ടൈപ്പ് ചെയ്തിട്ട് നമ്മുടെ ഇൻ്റർനെറ്റിൽ ബാങ്കിങ് ചെയ്യുന്നതിന് സാധിക്കും. ഓക്കെ, അപ്പോൾ ആൾക്കാർ അറ്റാക്കേഴ്സ് എന്ത് ചെയ്യുന്നു, ഹാക്കേഴ്സ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇൻഫർമേഷൻ ഈ യൂസർ ഐ ഡി പാസ്വേഡ് അവർക്ക് കിട്ടണം. കിട്ടിയാൽ എന്ത് ചെയ്യാൻ പറ്റൂ, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അവർക്ക് പൈസ മോഷ്ടിക്കാൻ പറ്റൂ. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യുന്നവർ, സോ ദേ ക്രിയേറ്റ് എ വെബ്സൈറ്റ് which is so identical, clear, so it is so identical to the original website of SBI. ഒരു ബാങ്കിൻ്റെയോ അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റിനെ പോലെ തന്നെയുള്ള ലുക്ക് ആൻഡ് ഫീൽ അതേപോലെ തന്നെ ഉള്ള ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യും, അപ്പോൾ അതേ രീതിയിൽ അതിൻ്റെ തീമും കളറും പിക്ചറും ഒക്കെ നമ്മൾ കൊടുക്കും. ക്ലിയർ, ലോഗിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കും. ക്ലിയർ, പക്ഷേ ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വേറെ ആരെങ്കിലും ആയിരിക്കും, അറ്റാക്കേഴ്സ് ആയിരിക്കാം, ക്ലിയർ, അല്ലെങ്കിൽ ഹാക്കേഴ്സ് ആയിരിക്കും. അവർ ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസം. ഇപ്പോൾ SBI എന്ന് പറയാം എന്നതിന് നമ്മൾ സാധാരണ ഇതുമെന്താ, ഇത് SBI അല്ലേ, ഓൺലൈൻ SBI ആണ്, ഓൺലൈൻ SBI.co.in എന്നാണ് വിചാരിക്കുക URL. ഇവിടെ ഓൺലൈനിൽ എന്തുണ്ടാവും, ONL, ചിലപ്പോൾ I ഉണ്ടാവില്ല, NE ഉണ്ടാവും, ദെൻ SBI. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു URL ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ URL ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കൊരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താ, അത് SBIയുടെ വെബ്സൈറ്റിൻ്റെ ചെറിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നെറ്റിൽ ഇത് അപ്രൂവ്ഡ് ആവും. ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാനും പറ്റും. ഓൾറെഡി ഇല്ലാത്ത ഒരു നെയിം ആയതുകൊണ്ട് ഇതിന് ഇത്തരത്തിലുള്ള നെയിം എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് പെട്ടെന്ന് നോട്ടീസ് ചെയ്യില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ഇത് ഒറിജിനൽ വെബ്സൈറ്റ് ആണ് SBIയുടെ എന്ന് വിചാരിച്ച് നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യും, ക്ലിക്ക് ചെയ്ത് നമ്മുടെ യൂസർ ഐ ഡി പാസ്വേഡ് അടിക്കും. അപ്പോൾ അടിക്കുമ്പോൾ ഉടനെ ഇത് ആർക്കാണ് കിട്ടുക, ഹാക്കേഴ്സിന് അല്ലെങ്കിൽ അറ്റാക്കേഴ്സിനായിരിക്കും കിട്ടുക. അവരെന്ത് ചെയ്യും, ഈ ഡാറ്റ ഉപയോഗിച്ചിട്ട് പിന്നീട് ഫിനാൻഷ്യൽ ക്രൈമോ ഫ്രോഡൊക്കെ ചെയ്യും. ഓക്കെ, പിന്നെ പറയുന്ന പേരാണ് ഫിഷിങ്. അപ്പോൾ ഇവിടെയും ഓക്കെ ഫിഷ്ഡ് വെബ്സൈറ്റ്സ് എന്നാണ് പറയുക. ഇങ്ങനെയുള്ള ചെയ്യുന്നതിന് ഫിഷ്ഡ് വെബ്സൈറ്റ്. അതുപോലെ ഫിഷ്ഡ് മെസ്സേജ് അയക്കാറുണ്ട്. മെസ്സേജും ഇതുപോലെ നമ്മളെ ആരെങ്കിലും നമുക്ക് അറിയുന്ന ഒരു വ്യക്തി അയക്കുന്ന മെസ്സേജ് പോലെ തന്നെ എന്ത് ചെയ്യുന്നു, മെസ്സേജ് അയക്കുന്നു. ക്ലിയർ, നമുക്കറിയാവുന്ന വ്യക്തികൾ അയക്കുന്ന ഇമെയിൽ പോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഇമെയിൽ അയക്കുന്നു. ക്ലിയർ, ഇതിലൂടെയൊക്കെ ചിലപ്പോൾ അതിലൊരു ക്ലിക്ക് ഓപ്ഷൻ ഉണ്ടാവും. ക്ലിയർ, ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ. അപ്പോൾ നമ്മളതിൽ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ചില ഡാറ്റ ചോദിക്കും. അത് ചോദിക്കും, നമ്മൾ വിചാരിക്കും ഇത് നമുക്ക് അറിയപ്പെടുന്ന ആളുകൾ ചോദിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് കൊടുക്കുന്ന സമയത്ത് എന്താവും, ഇത് അറ്റാക്കേഴ്സിന് കിട്ടും. ക്ലിയർ, ഇങ്ങനെ സൈബർ സെക്യൂരിറ്റിയുടെ ഒരു വയലേഷൻ വരും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ വരുന്ന ഒരു മെഷറാണ്, ഒരു വേ ആണ്, ഐഡൻറ്റിറ്റി തെഫ്റ്റിനുള്ള ഒരു മാർഗമാണ് ഫിഷിംഗ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് സ്പാമിങ്. അപ്പോൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്പാമിങ്. SPAMMING, സ്പാമിങ്. സോ വാട്ട് ഈസ് സ്പാം ഓർ സ്പാമിങ്? ക്ലിയർ, സ്പാമിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരേ മെസ്സേജ് തന്നെ നമ്മുടെ സിസ്റ്റത്തെയോ അല്ലെങ്കിൽ മെയിൽ ബോക്സിനെയോ അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റിനെയോ മെമ്മറിയോ സ്റ്റോറേജോ പ്രോസസ്സിനെയൊക്കെ ടെമ്പററി ഹോൾട്ട് ചെയ്യിക്കുന്നതിന് വേണ്ടി, ക്ലിയർ, അതിൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു, ഒരേ മെസ്സേജ് തന്നെ തൗസൻഡ്സ് ഓഫ് കോപ്പീസ് അല്ലെങ്കിൽ 10,000s ഓഫ് കോപ്പീസ് ഒറ്റ ടൈം അയക്കുന്നു. ക്ലിയർ, അപ്പോൾ നമ്മുടെ ഇൻബോക്സിലേക്ക് എന്ത് ചെയ്യും, ആയിരക്കണക്കിന് മെസ്സേജ് ചെറുപ്രവന്ന് വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ വരുന്ന സമയത്ത് എന്താവും, മെയിൽ ബോക്സ് ഹാങ് ആയിട്ട് മാറും. പിന്നീട് നമുക്ക് ചിലപ്പോൾ ജെന്യൂൻ ആയിട്ടുള്ള ഒരു മെയിൽ ചിലപ്പോൾ കുറച്ച് സമയത്തേക്ക് ഇത് കിട്ടിയെന്ന് വരില്ല, ഒരു മെയിൽ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ഒരു മെയിൽ സെൻഡ് ചെയ്യാൻ പറ്റാതെ വരും. ക്ലിയർ, കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ സ്പാമിങ്, ക്ലിയർ, നമ്മുടെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ വളരെയധികം കൺസ്യൂം ചെയ്യപ്പെടും. ക്ലിയർ,
കുറേയധികം അറ്റാച്ച്മെൻറ്റ്സ് അതിലുണ്ടാവാം. ഓക്കെ, ഹ്യൂജ് വോളിയൂം ഓഫ് ഡാറ്റ ചിലപ്പോൾ എന്താകും നമ്മുടെ ഇതിലേക്ക് ഡൗൺലോഡ് ആവും. അപ്പോൾ ഡൗൺലോഡ് നടക്കുന്ന സമയത്ത് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാതെ വരും. ക്ലിയർ, നമ്മുടെ ഡാറ്റ മുഴുവൻ ഉപയോഗിച്ച് കഴിഞ്ഞ് വരും. ക്ലിയർ, ബാൻഡ് വിത്ത് വളരെയധികം കൂടുതൽ എടുത്തുനിന്ന് വരും. ഇങ്ങനെയൊക്കെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ എന്തിനു കഴിയും? സ്പാമിങ്ങിന് കഴിയും. ക്ലിയർ, അപ്പോൾ ഇങ്ങനെയുള്ള സ്പാം മെസ്സേജ് ഇത് വാട്സപ്പ് മെസ്സേജ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മെസ്സേജ് ആയിട്ടും നമ്മൾ അയക്കാറുണ്ട് അല്ലേ. നമ്മുടെ ഫോണിലുള്ള മെമ്മറി, അതുപോലെ തന്നെ ഫോണിലുള്ള പ്രോസസ്സറിനെയൊക്കെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇമെയിലായിട്ട്, ഇമെയിലാണ് വളരെ കൂടുതൽ. ക്ലിയർ, അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നിങ്ങൾ ജിമെയിൽ അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ അതിൽ നോക്കുകയാണെങ്കിൽ ദർ ഇസ് എ സെപ്പറേറ്റ് ഫോൾഡർ കോൾ സ്പാം ഫോൾഡർ അല്ലേ, SPAM, സ്പാം. ചിലപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചില മെസ്സേജ് ഒക്കെ ഉണ്ടാവും. ക്ലിയർ, എന്താണത്? ഗൂഗിളിൽ തന്നെ ജിമെയിലിൽ തന്നെ ചിലപ്പോൾ സ്പാം ആണെന്ന് തോന്നുന്ന ചില മെസ്സേജ്, അതാണോ ഇല്ലയോ എന്ന് അറിയില്ല, അങ്ങനെ വരാവുന്ന അല്ലേ, കുറേ ആളുകൾക്ക് ഒന്നിച്ച് അയച്ചിരിക്കുന്ന മെസ്സേജിന് അവരെന്ത് ചെയ്യും? സ്പാം ഫോൾഡറിലേക്കായിരിക്കും കിട്ടുക. അപ്പോൾ നമ്മുടെ ഇൻബോക്സിൽ അത് ആദ്യം വരില്ല. നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ജെന്യൂൻ ആണെന്ന് തോന്നിയാൽ വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെ തന്നെ വെക്കാം. ക്ലിയർ, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അങ്ങനെ ഓപ്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ സ്പാമിങ് ഈസ് ക്ലിയർ വൺ ഓഫ് ദി മെഷർ. ക്ലിയർ, എന്തിനാണ് ഇങ്ങനെ സ്പാമിങ് ചെയ്തിട്ട് നമ്മൾ ഐഡൻറ്റിറ്റി തെഫ്റ്റ് ചെയ്യുന്നത്? ഇപ്പം ഇങ്ങനെ കുറേയധികം മെയിൽ മെസ്സേജുകൾ നമുക്ക് വരുന്ന സമയത്ത് അത് നമ്മുടെ അറിയപ്പെടുന്ന ആളുകളുടെ സോഴ്സസ് നിന്ന് വരുന്ന രീതിയിൽ വരുമ്പോൾ അല്ലേ, നമ്മൾ എന്ത് ചെയ്യും? വി മേ ടെംപ്റ്റഡ് ടു പ്രൊവൈഡ് സർട്ടൻ പേഴ്സണൽ ഡാറ്റ. ക്ലിയർ, നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പേഴ്സണൽ ഡാറ്റയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, അവരുടെ അടുത്ത് ഷെയർ ചെയ്തു എന്ന് വരും. ഇങ്ങനെ ഷെയർ ചെയ്യപ്പെടുന്ന ഡാറ്റ അവരെന്ത് ചെയ്യും? അതുപയോഗിച്ച് ഫ്രോഡോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ക്ലിയർ, സോ ദിസ് ഈസ് അനദർ വേ. So after spamming, what is next? Next is social engineering. Clear, so this is one of the new generation method. Clear, that is greatly and highly employed, clear, by the attackers for stealing personal data. Identity theft ചെയ്യുന്നതിന് വേണ്ടി വളരെയധികം വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണെന്ത്? സോഷ്യൽ എഞ്ചിനീയറിംഗ് ടെക്നിക്. ഓക്കെ, എന്താണ് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ്? സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ ബിഹേവിയറിനെ ബേസ് ചെയ്തുകൊണ്ട് ക്ലിയർ ഡാറ്റ കളക്ട് ചെയ്യുക അല്ലേ. അപ്പം അങ്ങനെ കളക്ട് ചെയ്യുന്ന മെത്തേഡിന് പറയാം, മെത്തേഡ് ആയതുകൊണ്ട് തന്നെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കുറേ മെസ്സേജുകൾ വരുന്നു അല്ലേ, ഒരു മെസ്സേജ് വന്നു, ഓക്കെ, നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, നമ്മൾ എന്ത് ചെയ്യും? അതിൽ ക്ലിക്ക് ചെയ്ത് പോകും അല്ലേ. സോ ഇറ്റ് ഈസ് എ സോഷ്യൽ ബിഹേവിയർ ഓഫ് എ ഹ്യൂമൻ അല്ലേ, നാച്ചുറൽ ബിഹേവിയർ ആണ്. ഓക്കെ, നമുക്ക് സ്പോർട്സിൽ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. ക്ലിയർ, ഇപ്പോൾ ഒരു സ്പോർട്സിനെ സംബന്ധിക്കുന്ന ഒരു ന്യൂസ് നമ്മുടെ വാട്സപ്പിൽ വന്നു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ക്ലിക്ക് ചെയ്യും. ചിലപ്പോൾ അതെന്തായിരിക്കും? അതിൽ വൈറസ് ആയിരിക്കും. ക്ലിയർ, നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അത് നമ്മുടെ സിസ്റ്റത്തിലേക്ക്, ഫോണിലേക്ക് ഇൻസ്റ്റാൾഡ് ആയി. ക്ലിയർ, പിന്നീട് എന്ത് ചെയ്യും? നമ്മുടെ വിവരങ്ങളൊക്കെ ചോർത്താൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെയാണ് മെയിലും. ചിലപ്പോൾ ഒരു മെയിൽ വരും, ജെന്യൂൻ ആയിട്ടുള്ള ഒരു സോഴ്സ് എന്നായിരിക്കും നമ്മൾ വിചാരിക്കും. ക്ലിയർ, അപ്പോൾ അതിൽ ചിലപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നൊക്കെ ചിലപ്പോൾ കാണും അല്ലേ. യുവർ അക്കൗണ്ട് ഹാസ് ബീൻ ക്ലിയർ വെരിഫൈഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, പ്ലീസ് പ്രൊവൈഡ് യുവർ അക്കൗണ്ട് നമ്പർ വൺസ് അഗെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു മെസ്സേജ് വന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര രൂപ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് കിട്ടാനുണ്ട്. ക്ലിയർ, നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ നൽകുക, ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് നൽകുക എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു മെസ്സേജ്. നമ്മളെന്ത് വിചാരിക്കും? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അയക്കുന്നതല്ലേ, അപ്പോൾ നമുക്ക് കൊടുത്തു കളയാമെന്ന് വിചാരിച്ച് എന്ത് ചെയ്യും? ക്ലിയർ, ഇങ്ങനെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രസ്റ്റ് വർത്തി സോഴ്സിൽ നിന്ന് കിട്ടുന്ന രീതിയിലോ അല്ലേ, ഇത് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ബിലീവ് ചെയ്ത് പോകും. ക്ലിയർ, ബിലീവ് ചെയ്ത് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യും. അങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നുള്ളത് ഒരു ഹ്യൂമൻ ടെൻഡൻസി ആയതുകൊണ്ട് അതനുസരിച്ച് ചെയ്യും. ക്ലിയർ, ഇപ്പം നല്ലൊരു മ്യൂസിക്കിൻ്റെ ഒരു വീഡിയോ, ക്ലിയർ, നല്ലൊരു വീഡിയോ നമുക്ക് ഫേസ്ബുക്കിൽ വന്നു വിചാരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് അതിനെ പ്ലേ ചെയ്യും. ചിലപ്പോൾ അതിലായിരിക്കും എന്ത് എംബെഡ് ചെയ്തിട്ടുണ്ടാവുക, അതിലായിരിക്കും അവർ വൈറസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. ക്ലിയർ, ഈ രീതിയിലായിരിക്കും ചിലപ്പോൾ ചെയ്യുക. ഓക്കെ, ഇതിനൊക്കെയാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ, അപ്പോൾ ആളുകളുടെ ഹ്യൂമൻ ബിഹേവിയർ, ഹ്യൂമൻ സൈക്കോളജി, ക്ലിയർ, അതുപോലെ തന്നെ ട്രസ്റ്റഡ് സോഴ്സസിൽ നിന്ന് ആളുകളിലുള്ള വിശ്വാസം, ഓക്കെ, ഇതിനെല്ലാം എന്ത് ചെയ്യുന്നു? മുതലെടുത്തുകൊണ്ട്, ക്ലിയർ, എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് പേഴ്സണൽ ഇൻഫർമേഷൻ സ്റ്റീൽ ചെയ്യുക. അതിനുവേണ്ടി വൈറസോ അല്ലെങ്കിൽ പ്രോഗ്രാമോ മാൽവെയറോ, ക്ലിയർ, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്യുക. ക്ലിയർ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ യങ്സ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ ഫ്രണ്ട് സർക്കിൾ അല്ലെ, ഗ്രൂപ്പിൽ, വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാനോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയാണോ ഇങ്ങനെയാണോ ഒക്കെ പറഞ്ഞിട്ട് കുറേയധികം ടെംപ്റ്റേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ആളുകൾ അതിൽ ജോയിൻ ചെയ്യും, അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഇതൊക്കെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ടെക്നിക്സിൻ്റെ ഒരു ഭാഗമാണ്. ഷോൾഡർ സർഫിങ് വേറൊരു മെത്തേഡാണ്.
സോ വാട്ട് ഈസ് ഷോൾഡർ സർഫിങ്? നമുക്കറിയാം ചിലപ്പോൾ നമ്മൾ കീബോർഡ് അല്ലേ, കമ്പ്യൂട്ടറൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മൾ ചിലപ്പോൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കീബോർഡ് വെച്ച് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ചില നമ്മുടെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ജസ്റ്റ് അടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് നമ്മൾ എന്താണ് ടൈപ്പ് ചെയ്യുന്നത് അറിയാൻ പറ്റുമോ ഇല്ലയോ? പറ്റും. ക്ലിയർ? അപ്പം ഇത്തരത്തിൽ ചെയ്യുന്ന അല്ലേ, ഒരാൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ മാത്രമായിരിക്കും നോക്കുക. ക്ലിയർ? പക്ഷെ നമ്മുടെ ഷോൾഡറിൻ്റെ ബാക്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നതിൻ്റെ ബാക്കിൽ അല്ലേ മറ്റൊരാൾ എന്ത് ചെയ്യും, ചിലപ്പോൾ നമ്മുടെ ഷോൾഡറിലൂടെ എത്തി നോക്കാനുള്ള സാധ്യത. ക്ലിയർ? സോ ദേ മേ പീപ്പ് ഇൻ ടു ക്ലിയർ വാട്ട് വി ആർ ടൈപ്പിംഗ് എന്ന് അവരെന്ത് ചെയ്യും, നോക്കും. ക്ലിയർ? ഇത്തരത്തിൽ നമ്മുടെ എന്താണ് അവർ നോക്കുന്നത്? നമ്മുടെ യൂസർ ഐ ഡി എന്താണ്, പാസ്വേഡ് എന്താണ്. സ്ക്രീനിൽ നോക്കിയത് കാണും. സ്ക്രീനിൽ നോക്കണം എന്ത് ചെയ്യണം അല്ലേ, നമ്മളെ ഷോൾഡറിൻ്റെ മുകളിലേക്ക് നോക്കണം. അപ്പോൾ അങ്ങനെ നോക്കുന്നതിന് വേണ്ടി അതുകൊണ്ടാണ് ഇതിന് ഷോൾഡർ സർഫിങ്. ക്ലിയർ? അപ്പോൾ ഷോൾഡർ സർഫിങ് അതുപോലെ നമ്മുടെ ഷോൾഡർ മൂവ്മെൻറ്റ് അല്ലേ, കുറച്ച് അടുത്തൊരാൾ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക, നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരാൾ ഇരിക്കുകയാണ്. ക്ലിയർ? നമ്മുടെ ഷോൾഡർ മൂവ്മെൻറ്റ് നോക്കി നമുക്ക് ഓരോ ലെറ്റർ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവും അല്ലേ, അതനുസരിച്ച് ചിലപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, ഒരാൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഒരു പക്ഷേ. ക്ലിയർ? അപ്പോൾ ഇത്തരത്തിലെല്ലാം ഓക്കെ യൂസർ ഐ ഡി, പാസ്വേഡ്, പേഴ്സണൽ ഡാറ്റ, ക്ലിയർ, ലോഗിൻ ക്രെഡൻഷ്യൽ ഓക്കെ സ്റ്റീൽ ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഷോൾഡർ സർഫിങ്. ദ നെക്സ്റ്റ് വൺ ഈസ് ഹാക്കിംഗ്. ഓക്കെ, വൺ ഓഫ് ദി important and chief clear source or ways of committing identity theft is hacking അല്ലേ. എന്താ ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഹാക്ക് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഒരാളുടെ ഇതിലേക്ക് ഇൻട്രൂഡ് ചെയ്യുക അല്ലേ, ഇൻട്രൂഷനാണ്. ഓക്കെ, നമ്മുടെ വെബ്സൈറ്റ് ആയിക്കോട്ടെ, നമ്മുടെ മെയിൽ ആയിക്കോട്ടെ, നമ്മുടെ ഡീറ്റെയിൽ ആയിക്കോട്ടെ, ഓക്കെ അതിലേക്ക് എന്ത് ചെയ്യുന്നു, ഇൻട്രൂഡ് ചെയ്തു, നമ്മുടെ പോലും പെർമിഷൻ ഇല്ലാതെ, നമ്മുടെ പോലും ക്ലിയർ അക്നോളജ്മെൻ്റ് ഇല്ലാതെ എന്ത് ചെയ്യുന്നു, ഡാറ്റ മോഷ്ടിക്കുന്നു. ഇതിനെ പറയുന്ന പേരാണ് ഹാക്കിംഗ്. ക്ലിയർ? അപ്പോൾ ഹാക്കിങ്ങിലൂടെ എന്ത് ചെയ്യും, നമ്മുടെ സിസ്റ്റം തന്നെ അവർ ചിലപ്പോൾ കൺട്രോൾ ചെയ്യും. ഓക്കെ, ഹാക്കേഴ്സ് മേ കൺട്രോൾ അവർ ഓൺ സിസ്റ്റം. ചിലപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഡെസ്ക്ടോപ്പ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, അതൊക്കെ എന്ത് ചെയ്യാം, മാൽവെയർ ഉപയോഗിച്ചുകൊണ്ട്, സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട്, ബോട്ട്നെറ്റ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അവരുടെ നിയന്ത്രണത്തിലായി നമ്മുടെ സിസ്റ്റം, അവരുടെ കമാൻഡ് കൊടുക്കുന്നതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ സിസ്റ്റം പ്രവർത്തിക്കുക. ക്ലിയർ? നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഫയലൊക്കെ ചിലപ്പോൾ അവർക്ക് ക്ലിയർ റിമോട്ടായിട്ട് ഇരുന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു മെഷറാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ? പ്രത്യേകിച്ച് വെബ്സൈറ്റ് ഹാക്കിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ വിദേശത്തുള്ള ഏതെങ്കിലും, ഫോർ എക്സാമ്പിൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ പാകിസ്ഥാനിലുള്ള ഹാക്കേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, ചിലപ്പോൾ അതിനെ ഹാങ് അപ്പ് ചെയ്തൊരു മെസ്സേജ് അവരുടെ പാകിസ്ഥാനിൻ്റെ ഫ്ലാഗ് ഒക്കെ ചിലപ്പോൾ ഡിസ്പ്ലേ ചെയ്തെന്ന് വരും. ക്ലിയർ? അതെങ്ങനെയാണ് സാധിക്കുന്നത്, നമ്മുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് എന്ത് ചെയ്യണം, ആദ്യം ഇൻട്രൂഡ് ചെയ്യണം. ക്ലിയർ? അതെങ്ങനെ ഇൻട്രൂഡ് ചെയ്യും, അപ്പോൾ അതിന് വേണ്ടി അവർ ചില എക്സ്പ്ലോയിറ്റ് എന്ന് പറയുന്നു അതിന്. ക്ലിയർ? വൾണറബിലിറ്റി എന്ന് പറയും. ക്ലിയർ? അതിൻ്റെ സെക്യൂരിറ്റി ത്രെറ്റ്സ് ആണത്. ക്ലിയർ? ഇത്തരത്തിൽ വരുന്ന സെക്യൂരിറ്റി വീക്ക് പോയിൻറ്റ്സ് നോക്കി ക്ലിയർ അതിലൂടെ ക്ലിയർ അതിനെ കവറപ്പ് ചെയ്യുന്ന തരത്തിലൊരു മാൾവെയർ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ക്ലിയർ അതിലേക്ക് സിസ്റ്റത്തിലേക്ക് കടന്നിട്ട് എന്ത് ചെയ്യുന്നു, അവരുടെ ഇൻഫർമേഷൻ നമ്മുടെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യുന്നു. ക്ലിയർ? പക്ഷേ ആക്ച്വലി ആർക്കാണത് പോസ്റ്റ് ചെയ്യാൻ പറ്റുക, നമുക്ക് മാത്രമേ പറ്റുള്ളൂ അല്ലേ. യൂസർ ഐ ഡിയും പാസ്വേഡൊക്കെ നമ്മുടെ കയ്യിലാണ്. പക്ഷെ അവരെന്ത് ചെയ്യുന്നു, ഇത് മോഷ്ടിച്ചെടുത്തിട്ട് ചെയ്യുന്നു. ക്ലിയർ? അപ്പോൾ ഇവിടെയും ഐഡൻറ്റിറ്റി തെഫ്റ്റാണ് ചെയ്യുന്നത്. ക്ലിയർ? ഒന്നുകിൽ യൂസർ ഐ ഡി പാസ്വേഡ് മോഷ്ടിച്ചിട്ടോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വൈറസോ അല്ലെങ്കിൽ മാൾവെയറോ അല്ലെങ്കിൽ ബോട്ട്നെറ്റുകളോ ക്ലിയർ ഇതെല്ലാം ഡിസമിനേറ്റ് ചെയ്തിട്ടോ ഒക്കെ എന്ത് ചെയ്യുന്നു, നമ്മുടെ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുകയും ഇൻഫർമേഷൻസ് ഒക്കെ മോഷ്ടിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്ന് പറയും. ഓക്കെ, സോ ദീസ് ആർ സം ഓഫ് ദി വേസ് ബൈ വിച്ച് ക്ലിയർ identity theft can be implemented or committed. So what are the ways? One is stealing. Okay, so next one is dumpster diving. Next one is phishing. Next is spamming, social engineering, shoulder surfing and hacking. Okay, ഇതിൽ ഓരോന്നും മിക്കവാറും കുറച്ച് കാര്യം. സ്റ്റീലിംഗ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞുകൊണ്ടതില്ല. ഡംസ്റ്റർ ഡൈവിങ് നമുക്ക് അല്ലേ പറഞ്ഞു, ഇനി അതിന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. ഫിഷിംഗ് എന്താണ്, സ്പാമിങ് എന്താണ്, ക്ലിയർ. ഷോൾഡർ സർഫിംഗ് നമ്മൾക്ക് പറയേണ്ട കാര്യമില്ല, അത് ഓൾറെഡി പറഞ്ഞു. ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്കെ. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കാം. ഓക്കെ, അപ്പോൾ